Welcome to Q Positive. This is the 10th episode of Valliketta Chodyangal. As knowledge increases, wonder deepens. നമ്മൾ ഓരോ എപ്പിസോഡിലെയും ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസർച്ച് നടക്കാറുണ്ട്. അപ്പോൾ ആ റിസർച്ച് നമുക്ക് പല പുതിയ ഇൻഫർമേഷൻ തരാറുണ്ട്. അത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് പലപ്പോഴും ഒരു അത്ഭുത ലോകത്തേക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ പറ്റുകയാണെങ്കിൽ ആ അത്ഭുത ലോകത്തേക്ക് കൊണ്ടുപോകാനുമാണ് ഞങ്ങൾ ഈ പരിപാടിയിലൂടെ ശ്രമിക്കുന്നത്. The format remains the same. His question will follow my song and you have to send in your answers. So let's proceed to the first song. कुछ ना कहो, कुछ भी ना कहो, क्या कहना है, क्या सुनना है, मुझको पता है, तुमको पता है, समय का ये पल थम सा गया है और इस पल में कोई नहीं है, बस एक मैं हूँ, बस एक तुम हो, कुछ ना कहो, कुछ भी ना कहो. Like we all would know, this song was from the movie 1942, A Love Story. So he has picked up 1942 from the title of the film. And here goes his question. This person popularized the Quit India movement in Orissa and led the salt satyagrah in the coastal areas of Balasore, Cuttack and Puri. Who is this person's younger brother who later went on to become the chief minister of Orissa? That was your first question for this week. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇദ്ദേഹം, അതായത് ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അദ്ദേഹം ഒറീസയിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പോപ്പുലറൈസ് ചെയ്യുന്നതിൽ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് തീരപ്രദേശങ്ങളായ ബാലാസൂർ, കട്ടക്, പൂരി തുടങ്ങിയ ജില്ലകളിൽ ഇദ്ദേഹമായിരുന്നു ആ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന സാരഥ്യം വഹിച്ചത്. ഇദ്ദേഹത്തിൻ്റെ അനുജൻ ഒറീസയിലെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ആരാണ് ഇദ്ദേഹത്തിൻ്റെ ആ അനുജൻ? ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ പാട്ടിലേക്ക് പോകാം. അതിമനോഹരമായൊരു പാട്ടാണ് അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒന്ന് കേൾക്കാം. It's a second song and this is a Malayalam song. പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി, മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. So this Malayalam song was from the movie Manichitrathazha, which was remade in Hindi as well. It was called Bhul Bhulaiya, and in Tamil as well as Chandramukhi. So there was this one mental condition that was shown in the movie called the dissociative identity disorder. But the question is about a lady who had 92 personalities. She appeared in a TV interview with Oprah Winfrey in which she said that she was molested by her stepfather as a child. What is her name and what is the name of her famous autobiography? That's your second question. മനോഹരമായ ഗാനം മണിച്ചിത്രത്താഴ് എന്ന വളരെ പ്രശസ്തമായ ഒരു മലയാള ചിത്രത്തിലെയാണ്. മലയാളത്തിലെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്ന ഒരു സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ്. പറഞ്ഞ പോലെ തന്നെ പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ ഗംഗ എന്ന കഥാപാത്രത്തിന് ഡിസോഷിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ
ആണ് അസുഖം. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും പറയും. പക്ഷേ ഗംഗയെക്കുറിച്ചല്ല ചോദ്യം. ഗംഗയ്ക്ക് ഉള്ളിൽ ഒരു പേഴ്സണാലിറ്റിയേ ഉണ്ടായിരുന്നുള്ളൂ, ഗംഗയെ കൂടാതെ, നാഗവല്ലി. പക്ഷേ മറ്റൊരു സ്ത്രീയുണ്ട്, അവർക്ക് 92 പേഴ്സണാലിറ്റീസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവർ ഓപ്ര വിൻഫ്രേയുടെ ഒരു പ്രശസ്തമായ ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറുപ്പക്കാലത്ത് അവരുടെ അച്ഛൻ മോലസ്റ്റ് ചെയ്തുവെന്നും, അച്ഛനല്ല രണ്ടാനച്ഛനാണ്, സ്റ്റെപ്പ് ഫാദർ മോലസ്റ്റ് ചെയ്തുവെന്ന്. അപ്പോൾ ചോദ്യം ഇതൊന്നുമല്ല. ചോദ്യം ആരാണ് ഈ വനിത? ഇവരുടെ പ്രശസ്തമായ ഓട്ടോബയോഗ്രഫിയുടെ പേര് എന്താണ്? ഇപ്പം 2 ചോദ്യങ്ങളുണ്ട്. ഇവരുടെ പേരെന്താണെന്ന് പറയണം, ഇവരുടെ പ്രശസ്തമായ ആത്മകഥ ഏതാണെന്നും പറയണം. ഇതാണ് ഇന്നത്തെ 2ാമത്തെ ചോദ്യം. Okay, so coming to the 3rd song for the week. যদি তোর ডাক শুনে কেউ না আসে তবে একলা চলো রে, যদি তোর ডাক শুনে কেউ না আসে তবে একলা চলো রে, একলা চলো একলা চলো একলা চলো একলা চলো রে, তবে একলা চলো একলা চলো একলা চলো একলা চলো রে, যদি তোর ডাক শুনে কেউ না আসে তবে একলা চলো রে. Alright, so that was a Bengali song written by the Nobel laureate Rabindranath Tagore. But the question is, who made the musical notation for this song, which was first published in the April-May 1906 issue of the Sangeet Vignan Prakashika magazine? How is this person related to Rabindranath Tagore? So there are 2 questions. Who gave music to this song, and how is this person related to Rabindranath Tagore? അപ്പോൾ നമ്മളെല്ലാവരും കേട്ട ഈ ബംഗാളി ഗാനം, അത് നോബൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ മനോഹരമായ, വളരെ മീനിങ്ഫുള്ളായ ഒരു ഗാനമാണ്. ചോദ്യം പക്ഷേ അതല്ല, ഈ ഗാനത്തിന് മ്യൂസിക്കൽ നൊട്ടേഷൻ ചെയ്തത് ആരാണ്? ആ മ്യൂസിക്കൽ നൊട്ടേഷൻ ആദ്യമായി സംഗീത് വിജ്ഞാൻ പ്രകാശിക മാഗസീനിൻ്റെ ഏപ്രിൽ-മെയ് 1906 എഡിഷനിലാണ് വന്നിട്ടുള്ളത്. ഒരു ചോദ്യം കൂടിയുണ്ട്, ഈ വ്യക്തിക്ക് രവീന്ദ്രനാഥ് ടാഗോറുമായുള്ള ബന്ധം എന്താണ്? 2 ചോദ്യമുണ്ട്. ആരാണ് ആ വ്യക്തി? ആ വ്യക്തിക്ക് രവീന്ദ്രനാഥ് ടാഗോറുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു? ഇതാണ് ഇന്നത്തെ 3ാമത്തെ ചോദ്യം. അപ്പോൾ നമുക്കിനി 4ാമത്തെ ഗാനത്തിലേക്ക് പോകാം. ഇതൊരു ഇംഗ്ലീഷ് സോങ് ആണ്. It's an old English song. Let's give it a try. In the event of something happening to me, there is something I would like you all to see. It's just a photograph of someone that I knew. Have you seen my wife, Mr. Jones? Do you know what it's like on the outside? Don't go talking too loud, you cause a landslide, Mr. Jones. That was the 4th song for the week. What you have to do is firstly identify the band that sang this beautiful country song. Also identify another album that this band had released, and that album came wrapped, the name of that album came wrapped in red flocked felt and stamped with gold lettering. But because of the production costs as well as some allergic reactions among workers during the assembly of the name of that album, the design was discontinued. Which was that album? So there are 2 questions yet again. Identify the name of the band and that album, specifics of which I just mentioned. അപ്പോൾ ഇതിൽ 2 ചോദ്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഈ മനോഹരമായ കൺട്രി സോങ് ഇത് പാടിയ ബാൻഡ് ആരാണെന്ന് പറയണം. പിന്നെ ഈ ബാൻഡ് ഇറക്കിയ മറ്റൊരു പ്രശസ്തമായ ആൽബം, ആ ആൽബത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് റാപ്പ് ചെയ്തിരുന്നത് ഒരു റെഡ് കളർ ഒരു ഫെൽറ്റ് എന്ന് പറഞ്ഞ അനിമൽ വുൾ, അതിൽ നിന്ന് അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബറിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരം ഫേബ്രിക്കാണ്.
അപ്പോൾ ഫെൽറ്റ് അതിൽ ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതിയിട്ടൊക്കെയാണ് അവരുടെ ആൽബത്തിൻ്റെ പേര് അന്ന് പുറത്തു വന്നത്. അത് അന്നത്തെ വളരെ ഒരു പ്രത്യേകതയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പിൽക്കാലത്ത് അത് നിർത്തലാക്കി. കാരണം അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലാണെന്നും പോരാത്തതിന് ഇത് അസംബിൾ ചെയ്യുന്ന ആ ജോലിക്കാർക്ക് ഇത് കാരണം ഒരു അലർജി ഉണ്ടാവുകയും ചെയ്തു എന്നാണ് കഥ. അതുകൊണ്ടാണത്രേ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തത്. ഏതായിരുന്നു ആ പ്രശസ്തമായ ആൽബം? വളരെ ഹിറ്റായ ഒരു ആൽബമാണത്. ഏതായിരുന്നു ആ പ്രശസ്തമായ ആൽബം? അപ്പോൾ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഏതാണ് ഈ ബാൻഡ്? 2, അവരുടെ ഇപ്പോൾ പറഞ്ഞ ഈ പ്രശസ്തമായ ആൽബം ഏതാണ്? We'll end this week's episode with one more Malayalam song. Here it goes. Sangamam, Sangamam, Triveni Sangamam, Shringarapadamaadum Yamam, Madalasayamam. Sangamam, Sangamam, Triveni Sangamam, Shringarapadamaadum Yamam, Madalasayamam. The most famous Triveni Sangam is located in Prayagraj in Uttar Pradesh. In which district in Rajasthan will you be able to find a Triveni Sangam? And which are the rivers? That was your 5th question for this week. ത്രിവേണി എന്ന സിനിമയിലെ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അതുകൊണ്ട് തന്നെ ത്രിവേണി സംഗമിനെ കുറിച്ചായിരിക്കാം ഇന്നത്തെ അടുത്ത ചോദ്യം. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ ത്രിവേണി സംഗം എന്ന് കേൾക്കുമ്പോൾ പ്രയാഗ്രാജിലെ ആ ഒരു ത്രിവേണിയാണ് ഓർമ്മ വരിക. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് ത്രിവേണി സംഗമങ്ങളുണ്ട്. അതായത് 3 റിവേഴ്സ് ഒത്തുചേരുന്ന ഒരുപാട് സംഗമങ്ങൾ ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: രാജസ്ഥാനിലെ ഏത് ജില്ലയിലാണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ത്രിവേണി സംഗം കാണാൻ കഴിയുക? ആ ത്രിവേണി സംഗമിൽ വരുന്ന ആ 3 നദികൾ ഏതൊക്കെയാണ്? 2 ചോദ്യങ്ങളുണ്ട്. ഏത് ജില്ലയിലാണ് ത്രിവേണി സംഗം രാജസ്ഥാനിൽ കാണാൻ കഴിയുക? ആ 3 റിവേഴ്സ് ഏതൊക്കെ ആണ്? ഇതാണ് ഇന്നത്തെ 5ാമത്തെയും അവസാനത്തെയും ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് പോകാം. So the first question in the previous week's episode, the 9th episode of Vallikettu Chodingal, was to name the primates that live in China that live at a higher altitude than any other primate except human beings. And the answer was? Snub-nosed monkeys. Snub-nosed monkeys എന്ന് പറയുന്ന ഈ ഒരു സ്പീഷീസാണ് ഹ്യൂമൻ ബീയിങ്സിനെ മാറ്റി നിർത്തിയ ഏറ്റവും അധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രൈമേറ്റ്സ്. Now the second question went like a movie acted by SPB was based on a famous Telugu writer's story of the same name. This story was first filmed in Malayalam and later it was made in Telugu. So you were asked to tell us who the author was who wrote that story. And the answer was? Sri Ramana. He wrote a story named Mithunam, and this Mithunam was made into Malayalam in the name Oru Cherupunchiri, directed by Mr. M.T. Vasudevan Nair. And അത് കഴിഞ്ഞിട്ടാണ് തെലുങ്കിൽ മിഥുനം എന്ന പേരിൽ തന്നെ SP ബാലസുബ്രഹ്മണ്യം നായകനായി ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ the answer for the second question is Sri Ramana. So the third question was post a Gujarati song that I had sung, and you had to tell us about what from the state of Gujarat reminded you of a blue circle with a keyhole in the center and a cut at the bottom. The answer was? SBI logo. ഗുജറാത്തിലെ തന്നെ കൻകാര എന്ന് പറയുന്ന ഒരു ലേക്കിന് അതേ രീതിയിലുള്ള ആകൃതിയാണുള്ളത്. So many people believe that this SBI logo was inspired from this Kankara lake. It's actually a wrong myth. കാരണം ഇത് ഡിസൈൻ ചെയ്ത മിസ്റ്റർ ശേഖർ കാമത്ത് ഫ്രം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഈ കങ്കാര ലേക്ക് വെൻ ഹി വാസ് ഡിസൈനിങ് ദിസ് ലോഗോ ഹി ഡിഡ്ന്റ് ഈവൻ സീ ദിസ് കങ്കാര ലേക്ക്. സോ അതൊരു മിത്താണ്. കാരണം അതേ ആകൃതിയിലുള്ളതായതുകൊണ്ട് ആൾക്കാർ ഗസ് ചെയ്തൊരു കാര്യമാണത്.
In so many quizzes, this question was being asked, and people said that yes, SBI logo was inspired from Kankara Lake. It's a wrong information. ഒരിക്കലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പഠിക്കരുത്. ആൻഡ് ഇഫ് യു വോണ്ട് ടു നോ അബൌട്ട് മോർ സച്ച് മിത്ത് ബ്രേക്കേഴ്സ്, what you can do is you can just go below this video. You can see a link by Raziman where so many such myth breakers are there. And one more info about this. ഇതിന് മുൻപ് എസ് ബി ഐയുടെ ലോഗോ എന്ന് പറയുന്നത് ഒരു ബനിയാൻ ട്രീ ആയിരുന്നു. ബട്ട് ഈ ബനിയാൻ ട്രീ ഇറ്റ് വോണ്ട് അലൗ അതർ ട്രീസ് ടു ഗ്രോ. അതുകൊണ്ട് ഇറ്റ് വിൽ ഗീവ് എ ഫോൾസ് ഇൻഫർമേഷൻ എന്നുള്ളത് കൊണ്ട് എസ് ബി ഐ ഡിസൈഡഡ് ടു change this logo and contacted Mr. Shekhar Kamath and National Institute of Design. This is the story. So the answer for the third question is State Bank of India logo and Kankara Lake from Gujarat. The fourth question was after I sang a song from the movie Rang De Basanti, and you had to tell us the name of the poem and the poet who was part of the Kakuri train robbery case. And the answer was Ram Prasad Bismil and Sarfarosh Ki Tamanna. It's a very famous patriotic poem written by Ram Prasad Bismil, and in Rang De Basanti, Atul Kulkarni portrayed the role of Ram Prasad Bismil. So the fifth song that I sang was 100 Miles by the music group Peter, Paul and Mary, and you had to tell us which famous revolutionary they marched with in the US in 1963. You also had to tell us which place that the march was held. The answer was Martin Luther King Jr. Peter, Paul and Mary marched with Martin Luther King Jr. in 1963 in Selma in Alabama. So that is the answer for the fifth question. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ ആൻസേഴ്സും പറഞ്ഞു. നൗ ഇറ്റ്സ് ദ ടൈം ടു അനൗൺസ് ദ ഫസ്റ്റ് 3 winners. സോ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഒരുപാട് തവണ മൂന്നാം സ്ഥാനത്തും കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനത്തൊക്കെ എത്തിയതാണ് ട്വിൻസായ നന്ദന ആൻഡ് നന്ദിത ഫ്രം തൃശ്ശൂർ. രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് കുറച്ച് ഇടയിൽ 1-2 എപ്പിസോഡുകളായിട്ട് പുള്ളിയെ കാണാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുന്നു ടോപ്പ് 3-ൽ. മറ്റാരുമല്ല, ന്യൂസിലൻഡിൽ നിന്നുള്ള തൃശ്ശൂർക്കാരനായ മിസ്റ്റർ സ്വരൂപ് മേനൻ. ആൻഡ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ സിനിമാ സംവിധായകൻ എത്തിയിരിക്കുന്നുണ്ട്. മറ്റാരുമല്ല, തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രശാന്ത് വിജയ്. സോ പ്രശാന്തിനും സ്വരൂപിനും നന്ദിതയ്ക്കും നന്ദനയ്ക്കും ഞങ്ങളുടെ ആശംസകൾ. And with that we come to the end of yet another episode of Vallikattu Chodyangal. This was your 10th episode. Send in your answers at the earliest to the WhatsApp number +973 3693 9596. Don't forget to mention your name, the place you belong to, and also send in a small landscape mode photograph of yours with a one-liner introduction about yourself. And with that, stay positive, Q positive.